ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് 93 മണ്ഡലങ്ങളിൽ പുരോഗമിക്കുന്നു. 11 മണിവരെ രേഖപ്പെടുത്തിയത് 25.41% പോളിംഗ്. കർണാടകയിലും ഗുജറാത്തിലും പോളിംഗ് 24% മുകളിൽ. പശ്ചിമബംഗാളിൽ വോട്ടിംഗ് നിരക്ക് 33%. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി. ജനാധിപത്യത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുത്ത് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി. 7ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് 93 മണ്ഡലങ്ങളിൽ പുരോഗമിക്കുന്നു. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 25.41% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിവരെ നീളും. വിശദാംശങ്ങളിലേക്ക്. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 മണ്ഡലങ്ങളിലാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1351 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജ്യോതിരാദിത്യ സിന്ധ്യ, നാരായൺ റാണെ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ദിഗ്വിജയ് സിംഗ് എന്നിവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. സുപ്രിയ സുലെ, ഡിംപിൾ യാദവ് തുടങ്ങിയ നേതാക്കളും ഇന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളിൽ ഉൾപ്പെടുന്നു. 1,85,000 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്. ഗുജറാത്തിൽ 25, കർണാടകയിൽ 14, മഹാരാഷ്ട്രയിൽ 11, ഉത്തർപ്രദേശിൽ 10, മധ്യപ്രദേശിലെ 9, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലും പശ്ചിമ ബംഗാളിലും 4 സീറ്റുകൾ വീതവും ഗോവയിലെ 2 മണ്ഡലങ്ങളിലുമാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലും ഗോവയിലും ഇന്ന് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാവും. ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയുവിലെ 2 സീറ്റുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. 2ാം ഘട്ടത്തിൽ നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ ബേതൂളിലെ വോട്ടെടുപ്പും ഇതോടൊപ്പം പുരോഗമിക്കുകയാണ്. ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരുന്ന ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചിരുന്നു. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌറി മണ്ഡലത്തിൽ ഇന്ന് നടക്കാനിരുന്ന വോട്ടെടുപ്പ് ഈ മാസം 25ലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായി പുരോഗമിക്കുകയാണ്. 11 മണിവരെയുള്ള കണക്ക് പ്രകാരം ഗുജറാത്തിൽ 24.35%, കർണാടകയിൽ 24.48%, മഹാരാഷ്ട്രയിൽ 18% പോളിംഗ് രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിൽ 26%, മധ്യപ്രദേശിൽ 30%, ഛത്തീസ്ഗഡിൽ 29%, ബീഹാറിൽ 24% പേർ വോട്ട് ചെയ്തു. അസമിൽ 27%, പശ്ചിമബംഗാളിൽ 33%, ഗോവയിൽ 31%, ദാദർ നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയുവിൽ 25% പോളിംഗ് 11 മണിവരെ രേഖപ്പെടുത്തി. മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിശാൻ വിദ്യാലയയിലാണ് വോട്ട് ചെയ്തത്. ജനാധിപത്യത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കാളികളായി വോട്ട് രേഖപ്പെടുത്തുന്നതിന് എല്ലാവരും ആവേശപൂർവ്വം മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുതിർന്ന BJP നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ BS യെദ്യൂരപ്പ ശിവമോഗയിൽ വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിനൊപ്പം ഗുജറാത്ത്, കർണാടക, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും നടക്കുകയാണ്. ഗുജറാത്തിൽ 5 മണ്ഡലങ്ങളിലും കർണാടക, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിൽ വീതവുമാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 വീതവും, പശ്ചിമബംഗാളിൽ 9, ബീഹാറിൽ 8, ഒഡീഷയിൽ 6, ഹിമാചൽ പ്രദേശിൽ 4, ഝാർഖണ്ഡിൽ 3, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലെ 1 സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 14 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ജൂൺ 1-നാണ് 7ാം ഘട്ട വോട്ടെടുപ്പ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4, 5, 6 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം വിവിധ മണ്ഡലങ്ങളിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ബീഡിലും അഹമ്മദ് നഗറിലുമാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുക. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഝാർഖണ്ഡിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കും. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്നലെ പങ്കെടുത്തിരുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നത് വൈകിപ്പിക്കുന്നതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആശങ്ക രേഖപ്പെടുത്തി. INDIA കക്ഷി നേതാക്കൾക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത്. പാർലമെന്റ് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നിരക്കിന് പുറമെ ബൂത്തുകളിലെ പോളിംഗ് ശതമാനവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 2023-24 അക്കാദമിക വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് 3-ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. SSLC പരീക്ഷാഫലത്തോടൊപ്പം THSSLC, AHSLC ഫലവും പ്രസിദ്ധീകരിക്കും. 4,27,105 വിദ്യാർത്ഥികളാണ് ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയത്. result.kerala.gov.in ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ഔദ്യോഗിക സൈറ്റുകളിലും PRD ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മറ്റന്നാൾ ഉച്ചയ്ക്ക് 3-ന് പ്രഖ്യാപിക്കും. 4,41,120 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരം മുട്ടത്തറയിൽ INTUCയുടെയും വിവിധ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടന്നു. കൊച്ചിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൌണ്ടിൽ കഞ്ഞിവെച്ചായിരുന്നു പ്രതിഷേധം. പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നിരോധിത ഭീകര സംഘടനകളിൽ നിന്നും രാഷ്ട്രീയ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ NIA അന്വേഷണം നടത്തണമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും 16 ദശലക്ഷത്തിലധികം രൂപയുടെ ഫണ്ട് സ്വീകരിച്ചതായി പരാമർശിക്കുന്ന പരാതി തനിക്ക് ലഭിച്ചതായി ലഫ്റ്റനന്റ് ഗവർണർ അയച്ച കത്തിൽ പറയുന്നു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ബോയിംഗ് സ്റ്റാർലൈൻ വിക്ഷേപണം മാറ്റിവച്ചു. ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത്. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസും ബുച്ച് വിൽമോറും പേടകത്തിൽ പ്രവേശിച്ചെങ്കിലും വിക്ഷേപണത്തിന് 90 മിനിറ്റ് മുൻപ് പേടകത്തിൽ നിന്ന് ഇവരെ തിരിച്ചിറക്കുകയായിരുന്നു. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:04-ന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. കേരളത്തിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങളുടെ ജീവഹാനിക്ക് നഷ്ടപരിഹാരം അനുവദിക്കും. ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമാണ് ധനസഹായം ലഭിക്കുക. സർക്കാർ മൃഗാശുപത്രികൾ വഴി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അപേക്ഷ സമർപ്പിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷ്യപത്രവും നിർബന്ധമാണ്. ICSE, ISC വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻസ് കൌൺസിൽ ഡിജി ലോക്കറിലൂടെ ലഭ്യമാക്കി. ഇന്നലെയാണ് ICSE, ISC പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 431 പോയിന്റ് താഴ്ന്ന് 73,463-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 159 പോയിന്റ് നഷ്ടത്തിൽ 22,283-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 രൂപ കൂടി 6,635 രൂപയും പവന് 240 രൂപ വർദ്ധിച്ച് 53,080 രൂപയുമാണ് ഇന്നത്തെ വില. ഗസയിൽ പുതിയ വെടിനിർത്തൽ ഏർപ്പെടുത്തുന്ന കാര്യം ഇസ്രായേലിന്റെ പ്രാഥമിക പരിഗണനയിൽ ഉൾപ്പെടുന്നില്ലെന്നും എന്നാൽ ചർച്ചകൾ തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം താൽക്കാലികമായി നിർത്തിവയ്ക്കണമെന്ന ഖത്തർ, ഈജിപ്ത് മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് നിലവിലെ സൌജന്യ വിസ സേവനങ്ങൾ നിലനിർത്തുന്നതിന് അനുമതി നൽകി ശ്രീലങ്ക. ഇന്ത്യ, ചൈന, റഷ്യ, ജപ്പാൻ, മലേഷ്യ, തായ്ലാന്റ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാർക്കാണ് സൌജന്യ വിസ സേവനങ്ങൾ തുടരുന്നതിന് അനുമതി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പ് 93 മണ്ഡലങ്ങളിൽ പുരോഗമിക്കുന്നു. 11 മണിവരെ രേഖപ്പെടുത്തിയത് 25.41% പോളിംഗ്. കർണാടകയിലും ഗുജറാത്തിലും പോളിംഗ് 24% മുകളിൽ. പശ്ചിമബംഗാളിൽ വോട്ടിംഗ് നിരക്ക് 33%-ലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി. ജനാധിപത്യത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുത്ത് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് പ്രധാനമന്ത്രി. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.